ഇന്ന് നമ്മൾ ഓഫിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓഫിന് ഒത്തിരി ഉപയോഗം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലേ ഇത് ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. ഓഫിന് ന്റെ യുടെ എന്നൊരർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയും, അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എളുപ്പം സെന്റൻസ് ആണ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഓഫ് ഇന്ത്യ ഈസ് ന്യൂഡൽഹി. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ പറയാം ദ പേജസ് ഓഫ് ബുക്ക്, ബുക്കിന്റെ പേജുകൾ. ദ പേജസ് ഓഫ് ബുക്ക്, ബുക്കിന്റെ പേജുകൾ. ആ ടോൺ കീർപ്പി. ഇനി നമ്മൾ പറയാം എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അല്ലെ, ഒരു കൂട്ടം സ്റ്റുഡൻസ്. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതായത് എന്താണ്, അതൊരളവാണല്ലേ. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വെന്റ് ടു ദ പാർക്ക്, പാർക്കിലോട്ട് പോയി. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ എന്താണ് അതിന് നമ്മൾ ഉപയോഗിച്ചത്? ഒരു കൂട്ടം, ഒരളവ് പറയാനും നമ്മൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ ഉപയോഗിച്ചു. ഇനി നമ്മൾ പറയും വൺ ഓഫ് മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ. അതും ഒരു ഗ്രൂപ്പിലുള്ള ഒരാളെ നമ്മൾ എടുത്തു പറയുന്നതാണ്, അല്ലേ. വൺ ഓഫ് മൈ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ഒരാള്. ഇനി നമ്മൾ പറയും എല്ലാ കുട്ടികളും, കുട്ടികളിലെ ഓരോ കുട്ടികളും. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, ഓരോ കുട്ടികളും. അതായത് ഓരോ എന്നുള്ളൊരർത്ഥത്തിലും. നമ്മൾ നേരത്തെ പറഞ്ഞു ന്റെ യുടെ എന്നൊരർത്ഥത്തിൽ ഉപയോഗിക്കാം, പിന്നെ ഒരു കൂട്ടത്തിന് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ ഓരോന്നായി നമ്മൾ പറയില്ലേ, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിൽ ഓരോരുത്തരായിട്ട് നമ്മൾ പറയും ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിലെ ഒരാൾ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസുകളിൽ, കുട്ടികളിലെ ഓരോ കുട്ടികളും. അപ്പൊ ഓരോന്നായി എന്ന് പറയാൻ നമുക്ക് ഓഫ് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ദിസ് ഈസ് എ പിക്ചർ ഓഫ് മൈ ഫാമിലി, ഇത് എൻ്റെ ഫാമിലിയുടെ പിക്ചറാണ്. പിക്ചർ ഓഫ് മൈ ഫാമിലി, എൻ്റെ കുടുംബത്തിന്റെ പിക്ചറാണ്. ഓഫ് മൈ ഫാമിലി, ദ പിക്ചർ ഓഫ് മൈ ഫാമിലി. ഹി ഈസ് എ സ്റ്റുഡൻറ് ഓഫ് ദാറ്റ് സ്കൂൾ. ഓഫ് ദാറ്റ് സ്കൂൾ, ആ സ്കൂളിലെ അല്ലെങ്കിൽ ആ സ്കൂളിന്റെ കുട്ടിയാണ് അവൻ. ഹി ഈസ് എ സ്റ്റുഡൻറ് ഓഫ് ദാറ്റ് സ്കൂൾ. അപ്പൊ ഈ ഓഫിന്റെ സെന്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് ഈ അർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ഒരു ഉറവിടം, അല്ലെ. ആ കുട്ടി, ഈ പിക്ചർ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പിക്ചറിന്റെ കാര്യം, പിക്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ളതാണ്, അല്ലെ. അതിന്റെ ഉറവിടം അതാണ്, അങ്ങനെ പറയാം. അതേപോലെ ഹി ഈസ് എ ബോയ് ഓഫ് ദാറ്റ് സ്കൂൾ, ആ സ്കൂളിൽ നിന്നുമുള്ളതാണ് ആ കുട്ടി. അതിന് നമുക്ക് ഓഫ്, ഉറവിടം, ആ ഒരു അർത്ഥത്തിലും നമുക്ക് ഓഫ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. നമ്മൾ സ്വഭാവം പറയാൻ ഉപയോഗിക്കാന്ന് പറയും. അതായത് ഹി ഈസ് എ മാൻ ഓഫ് ഗ്രേറ്റ് കറേജ്, നല്ല ധൈര്യമുള്ള ആളാണ് ആ വ്യക്തി. ഹി ഈസ് എ മാൻ ഓഫ് ഗ്രേറ്റ് കറേജ്, അവന്റെ സ്വഭാവം എന്താണ്, നല്ല കറേജ് ആണെന്നുള്ളതാണ് അവന്റെ. ഓഫ് ഗ്രേറ്റ് കറേജ്. പിന്നെ നമ്മൾ ചിലവരെ കാണുമ്പോൾ പറയും അവര് ആ പെണ്ണധികം സംസാരിക്കില്ല. ഷീസ് എ വുമൺ ഓഫ് ഫ്യൂ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കില്ലാത്ത ഒരാളാണെന്നൊക്കെ നമ്മൾ പറയില്ല. അതിന് അവരുടെ സ്വഭാവം എന്താണ്, ഓഫ് ഫ്യൂ വേർഡ്സ്, കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അത് നമ്മൾ സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഹീസ് എ മാൻ ഓഫ് കറേജ്. കറേജ്, സ്വഭാവം എന്താണ്, ധൈര്യമുള്ള ഒരു സ്വഭാവമാണ്. അതിന് നമ്മൾ ഓഫ് ഉപയോഗിച്ചത്. ഓഫിന് ഒത്തിരി ഉപയോഗമുണ്ട്. സെന്റൻസുകൾ വായിച്ചത് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അവസ്ഥ പറയാം. എ കളർ ഓഫ് സ്കൈ, സ്കൈയുടെ കളർ. നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ യുടെ, എൻ്റെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഉടമസ്ഥത പറയാൻ, പിന്നെ ഓരോന്നായി, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഓഫ് ഉപയോഗിക്കാൻ പറ്റും. ഓഫ് കൂടുതലും ഉടമസ്ഥ അവകാശത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുക, ഓഫ് ഉപയോഗിക്കുക. അപ്പൊ അത് സെന്റൻസ് വായിച്ചിട്ട് നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. പക്ഷെ വേറൊരു ഓഫ് ഉണ്ട്, OFF. അതെന്തിനാ? ഈ ഓഫ് ഉപയോഗിച്ചത് ഉടമസ്ഥാവകാശത്തിനാണെങ്കിൽ ഈ 2 എഫുള്ള ഓഫ് ഉപയോഗിക്കുന്ന ഉടമസ്ഥാവകാശം ഇല്ല. അതിപ്പോ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ പറയും ടേൺ ഓഫ് ദ ലൈറ്റ്, ആ ബന്ധം അങ്ങോട്ട് വേർപെടുത്തി, അല്ലെ. ലൈറ്റ് ഓഫ് ചെയ്തപ്പോ ബന്ധം അങ്ങോട്ട് വേർപെടുത്തി. ടേൺ ഓഫ് ദ ലൈറ്റ്, അവിടെ ഒരു ഓഫ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, 2 ഓഫ്. അങ്ങനെ ഒരു ഇതോർത്തിരിക്കുക. ടേൺ ഓഫ് ദ ലൈറ്റ്. പിന്നെ എന്താണ്? ഗെറ്റ് ഓഫ് ദ ബസ്, ബസ്സിൽ നിന്നും ഇറങ്ങുക. ഗെറ്റ് ഓഫ് ദ ബസ്, ബസ്സിൽ നിന്നും ഇറങ്ങുക. ഐ ഗോട്ട്
ഓഫ് ദ ബസ്, ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഐ ഗോട്ട് ഓഫ് ദ ബസ്, കാരണം ബസ്സുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിച്ചു. ഇറങ്ങിയപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ കറണ്ടുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിച്ചു. ദ ബുക്ക് ഫെൽ ഓഫ് ദ ടേബിൾ, ബുക്ക് ഫെൽ ഓഫ് ദ ടേബിൾ, വെറും ഓഫ് അല്ല, 2 ഓഫ്. അപ്പൊ ബുക്ക് ടേബിളിൽ നിന്ന് താഴോട്ട് വീണപ്പോൾ ടേബിളുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചു. ദ ബുക്ക് ഫെൽ ഓഫ് ദ ടേബിൾ, ഓഫ് ദ ടേബിൾ, ടേബിളിൽ നിന്ന് താഴോട്ട് വീണു എന്ന് പറഞ്ഞാൽ എന്താ? ആ ടേബിളുമായിട്ട് ഇപ്പം നിലത്ത് വീണ് കിടക്കുന്ന ബുക്കിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ല. അപ്പൊ വെറും ഈ OF ഓഫ് എന്ന് പറഞ്ഞാൽ ബന്ധം, ഉടമസ്ഥാവകാശത്തിന് OFF നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഉടമസ്ഥാവകാശം ഇല്ല എന്ന് പറയാനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഐ ആം ടേക്കിംഗ് എ ഡേ ഓഫ്, ടേക്കിംഗ് എ ഡേ ഓഫ്, ഒരു ഓഫ് അല്ല. നമ്മൾ ചിലപ്പോൾ നഴ്സുമാരൊക്കെ ആണെങ്കിൽ എപ്പോഴും പറയും ഡേ ഓഫ്, ഒരു ഓഫ് അല്ല. എന്താണ്? ഞാനൊരു ഡേ ഓഫ് എടുത്തു, ആ ജോലിയിൽ നിന്നുള്ള ഒരു ദിവസത്തേക്ക് എൻ്റെ ബന്ധം ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓഫിന്റെ കുറെ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു. OFF ഓഫ് എന്ന് പറഞ്ഞാൽ ആ ബന്ധം നമ്മൾ വേണ്ടെന്ന് വെക്കുക എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് കൂടുതൽ പരിചയപ്പെടാൻ നമുക്ക് കഴിയുക വായനയിലൂടെയാണ്. നമുക്ക് ഈ ഓഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെടുക്കുക. എന്നാലും ഇപ്പൊ നിങ്ങൾക്ക് കുറെ അർത്ഥമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെ സെന്റൻസുകൾ നിങ്ങൾ കാണുമ്പോൾ വായിച്ചു നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക ഇത് ഏത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാർച്ച് മാസത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജയമാർ ട്യൂഷൻ പോയിന്റ്. അപ്പം അതിലും ഈ അതേ നമ്പർ തന്നെയാണ്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.